നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അതേ നമ്മളിന്ന് എവിടേക്കാണ് വന്നേക്കുന്നതെന്ന് അറിയോ? എവിടേക്കാണ് മീൻ വന്നേക്കുന്നത്? സിംഹം മടയിലേക്ക് അല്ലേ വാമി? ദേ വാമിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഇറങ്ങി. നമ്മളിന്ന് വന്നിരിക്കുന്നത് ലയൺസ് പാർക്ക്, ഡ്രാഗൺസ്റ്റൺ ലയൺസ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ് വന്നേക്കുന്നത്. ലയൺസിനെ കാണാൻ വേണ്ടി വന്നതാണ്. വാമീനെ കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ വന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ബോട്ടമിൽ വരാൻ പറഞ്ഞു. അന്നേരം ഇവിടെ ഫീഡിങ് ടൈം ഉണ്ടെന്ന്, അപ്പം ഫീഡിങ് കൂടി കാണാൻ പറഞ്ഞു. 4 മണിക്കാട്ടോ ഫീഡിങ് ടൈം തുടങ്ങുന്നത്. ഇപ്പം ഏകദേശമായി സമയം. ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. വാമി ഭയങ്കര വാശി, വാമിനെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. വാമി തന്നെ നടന്നിറങ്ങണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വാമി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഗൈസ്, ഞങ്ങളിന്ന് വന്ന ദിവസമേ ഇന്ന് ഫീഡിങ് ഡേയും കൂടിയാണ്. ഫീഡിങ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണയാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. മൺഡേ, വെൻസ്ഡേ, പിന്നെ ഫ്രൈഡേ. അതും 4 മണിക്ക് മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് വന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. 4 മണിക്ക് ഏകദേശം 15 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഈ പാർക്കിലെത്തിയത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഫീഡിങ് ടൈമിൽ എത്താനും പറ്റി കേട്ടോ. ഞാൻ ആദ്യം വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ ഫീഡിങ്ങും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം വന്നപ്പം ഫീഡിംഗ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഫീഡിങ്ങും കൂടി കാണാമല്ലോ. ഫീഡിങ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി അനുഭവമായിരിക്കും. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടോ. അപ്പം വാമിനെയും ഇവിടെ നിർത്തിയിട്ടുണ്ട്. വാമി കണ്ടിട്ടില്ല. അതേ അവിടെ ഒരു നല്ല മുട്ടൻ സിംഹം അവിടെ വെയിറ്റിംഗ് ആണ്. അത് പെൺസിംഹം അല്ലേ? അത് പെൺസിംഹമാണ്. ഇന്നാന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇവിടെ നിന്ന് ഗൈഡുമാർ, ചേച്ചിമാർ പറഞ്ഞു ഇവിടെ നിന്ന് ഇത്തിരി മാറി നിന്നോ. അപ്പോൾ ഫീഡ് കൊടുക്കാറായിട്ടുണ്ട്. അവള് കുതിറാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളത് ഇങ്ങോട്ട് ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ വാമിക്കുട്ടിക്ക് എല്ലാം മനസ്സിലാകാതെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് വാമിക്കുട്ടി. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പം ഇപ്പോൾ അവർ ഫീഡ് കൊണ്ടുവരും. അപ്പം ആഴ്ചയിൽ 3 ദിവസമല്ലേ ഫീഡ് കിട്ടുന്നുള്ളൂ. അപ്പം ആക്രാന്തത്തോടു കൂടി കഴിക്കോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇവനെ ഇത്തിരി വിശന്നിരിക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ അവന് ഫുഡ് ഇട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. കണ്ടോ, അത് ഫുഡ് കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇവനിട്ട് കൊടുക്കാനാണോ എന്ന് അതെ അതെ, ഇവനിട്ട് കൊടുക്കാൻ തന്നെ. അതേ ഒരു കോഴീനെയാണ് ഇട്ട് കൊടുത്തത്. ഒരു ഫുൾ കോഴീനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് ഇതിനപ്പുറത്തേക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. കാരണം അത് ഇത്തിരി അഗ്രസീവാണ്. വിശന്നിരിക്കുന്നതുകൊണ്ടായിരിക്കാം. ഒരു 5 കോഴീനെ ഇട്ട് കൊടുത്തു കേട്ടോ പുള്ളി. അപ്പോൾ ഇവനും ഫീഡ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ. ഇനിവേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശം എടുത്തിട്ട് നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. കണ്ടോ, കോഴി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നല്ല വിശപ്പുണ്ട് കേട്ടോ പുള്ളിക്ക്. കേട്ടോ, ലൈറ്റ് തുടങ്ങുന്നു. അടിപൊളി. എഴുതിക്കാൻ പോയി. അപ്പോൾ ഇവനും ഫുഡ് ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടോ, ഇട്ട് കൊടുത്തിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഒരു 3, 6, 7 ഫുൾ ചിക്കനാണ് ഇട്ട് കൊടുത്താക്കുന്നത് കേട്ടോ. ഇവറ്റങ്ങളെ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 20 to 40 kg ഒരു വീക്കിൽ കഴിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഇവന് ഇട്ട് കൊടുത്ത് അവൻ പയ്യെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ നോക്കുമ്പം എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങുന്നു. എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഫീഡ് ഇടാൻ പോകുക. അപ്പോൾ ഫീഡ് ഇടാൻ പോകുന്നിടത്തേക്ക് ആണ് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾക്കും നീങ്ങാം. മാമിക്കുട്ടി, സിംഹത്തിനെ കണ്ടാ? പിന്നല്ലാതെ ഇതിൽ കിടക്കുന്ന സിംഹങ്ങൾക്കൊക്കെ കിടക്കണ്ടേ? പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അവിടെ കുറേ സിംഹങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പം ഇവിടെ സിംഹങ്ങൾ മാത്രമേ ഉള്ളൂ. ആൺസിംഹം, പെൺസിംഹം എല്ലാത്തിനെയും റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ടിട്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിലാട്ടോ ഫീഡ് അവർ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ അടുത്ത സിംഹം കൂട്ടി വരും. ഓരോന്ന് നോക്കാം നമുക്ക്. അതേ വരുന്നു. അവന് ഇത്തിരി ക്ഷീണമാണെന്ന് തോന്നുന്നു. അതേ കണ്ടോ, കയ്യേ വരുന്നുള്ളൂ. ഇതിലാണ് നിങ്ങളുടെ ഫീഡ്. കണ്ടോ, 1 ചിക്കൻ ഫുള്ളിട്ടിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കൻ എടുത്തുകൊണ്ട് അവനങ്ങോട്ട് മാറുക കേട്ടോ. ആഹാ, ഇതുണ്ടോ, ഇതാണ് ഐറ്റം. ഇവന് ഇത്തിരി ക്ഷീണമാണോ. ഇത് ഇവളാണ്, പെണ്ണാണ് സിംഹം. നമുക്ക് ഇത്തിരി ക്ഷീണമാണെന്ന് തോന്നുന്നു. എന്തായാലും അത് കഴിക്കുന്ന കാണാം. ഫ്രഷ് ചിക്കൻ കഴിക്കുന്ന കാണാം കേട്ടോ. 2 സൈഡിലേക്കും അവിടെ നിന്നും ഇവിടെ നിന്നും ചിക്കൻ ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടോ, അതുണ്ട്. ഇപ്പുറത്ത് ആൺസിംഹം കേട്ടോ, മുട്ടനായിട്ട് ഇരിപ്പുണ്ട്. ഇതിനെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ ഇതും കൂടി സൂം ചെയ്യാൻ. ഇത് കണ്ടോ, വാവ്, അടിപൊളി.
എല്ലാത്തിനും ഒരു ചെറിയൊരു ക്ഷീണത്തിലാട്ടോ. എനിക്കൊന്ന് ആഴ്ചയിലേക്കല്ലേ ഭക്ഷണം കിട്ടുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ക്ഷീണം. എന്താണെന്നറിയത്തില്ല, ഇത്തിരി മെലിഞ്ഞൊടുങ്ങിയൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഇനി ചൂട് കൂടി എൻ്റെ ആണോന്ന് അറിയില്ല കേട്ടോ. ഇന്ന് പറഞ്ഞപ്പോഴാണ് 2 ദിവസമായിട്ട് നല്ല ചൂടാണ് ഇവിടെ കേപ്പ് ടൗണിൽ. 30-31 ഡിഗ്രിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ വേറൊരു പെൺസിംഹം ഇരുന്ന് കഴിക്കുന്നു. എല്ലാത്തിനും ചിലതിനെ ഒരുമിച്ചിട്ടിട്ടുണ്ടല്ലേ, ചിലതിനെ അപ്പുറത്തപ്പുറത്ത് ഒരുമിച്ചിട്ടിട്ടുണ്ട്. അതെ, ചിലതിനെ സിംഗിളായിട്ടിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, അത് അവള് ഇവാന്നോ പേരായിട്ടുള്ളത്. അത് ഇത്തിരി ശിവായെന്ന് പറഞ്ഞുകൊണ്ടാണ് സിംഗിളായിട്ട് ഇട്ടാക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല ചെറുപ്പക്കാർ സിംഹങ്ങളുണ്ട് കേട്ടോ, ചെറിയ സിംഹങ്ങളാണേ. ഇതിൻ്റെ പേര് ഫ്രയ്യ ബോൺ 22 ഡിസംബർ 2023. അതായത് ഒരു വർഷം സംതിങ് പ്രായമുള്ളൂ ഇതിന്. ആഹാ, അത് ചെറിയ വയസ്സുള്ളൂ. നല്ല അടിപൊളി ചുണക്കുട്ടിമാരെന്നൊക്കെ പറയില്ലേ. ഇതെന്താ, ഇതിൻ്റെ 22 ഡിസംബർ 2023, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അത് റിസ്ക് ചെയ്താക്കുന്നത് 24 ഏപ്രിൽ 2024. തുടങ്ങുന്നതേ പോകുന്നുണ്ടോ. ആളുകൾ നല്ല ഉഷാറായിട്ടാണ് പോകുന്നത്. ഇത് ക്ഷീണമൊന്നുമില്ല, അതിനേക്ക് കളറൊക്കെ കറക്റ്റ് തെളിഞ്ഞു വരുന്നുള്ളൂ കണ്ടോ. ഈ കേപ്പ് വൈൻ വാലിയിൽ നിലകൊള്ളുന്ന ഈ ഡ്രാഗൺസ്റ്റൺ ലയൺസ് പാർക്ക് ഏകദേശം കേപ്പ് ടൗൺ CBD നിന്ന് 40 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ടാണ് നിലകൊള്ളുന്നത്. ഇത് 1998 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താക്കുന്നത്. ഇവിടെ ഈ റെസ്ക്യൂ ചെയ്തു വരുന്ന സിംഹങ്ങളെയും, അതായത് ഈ മരുഭൂമി പ്രദേശങ്ങളും അല്ലെങ്കിൽ വൈൽഡർനെസ് ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നെല്ലാം റെസ്ക്യൂ ചെയ്ത് പല ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിൽ നിന്നും റെസ്ക്യൂ ചെയ്തു വരുന്ന സിംഹങ്ങളെ ജീവിതാവസാനം വരെ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സംരക്ഷിക്കലാണ് ഇവർ ചെയ്തു വരുന്ന പ്രവൃത്തി കേട്ടോ. അപ്പം ഈ സംഭവം എങ്ങനെയാണ് ഇവരുടെ ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഫണ്ടോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫണ്ടോ ഒന്നും ഇതിനില്ല. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഡൊണേഷൻസും അവരിൽ നിന്ന് എൻട്രി ഫീസായിട്ട് മേടിക്കുന്ന ആ ഫീസൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം നിലകൊണ്ടു പോകുന്നത്. പിന്നെ ഓരോ സിംഹത്തിനെയും ഇവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഡ്രാഗൺസ്റ്റൺ ലയൺസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവർ അതിൽ ഡൊണേഷൻസ് സ്വീകരിക്കുന്നതാണ്. പിന്നെ ഓരോ സിംഹത്തിൻ്റെ പേര് കൊടുത്തിട്ടേ ഐറ്റങ്ങളെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നവരുടെ പേര് ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ, വലിയ നിരയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ബാർകോഡ് തന്നിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോ സിംഹത്തിൻ്റെ പേരിലും വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓരോ സിംഹത്തിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബോൺ ഡേറ്റും അതിനെ റെസ്ക്യൂ ചെയ്താക്കുന്ന ഡേറ്റും പിന്നെ അതിനെ അഡോപ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരുടെ പേരും അത് എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ വളരെ നല്ലൊരു സർവീസാണ് അവർ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ റെസ്ക്യൂ ചെയ്തു വരുന്ന സിംഹങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്ന സിംഹങ്ങളായിരിക്കാം. അപ്പം ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് അവരെ സംരക്ഷിക്കുന്നുണ്ടല്ലോ, അത് നല്ലൊരു കാര്യം ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ തന്നെ സാങ്ച്വറിയിൽ തന്നെ, അതായത് ഈ റെസ്ക്യൂ ചെയ്തു വരുന്ന ഈ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ഏകദേശം വലിയതാണ് ഇത്. 60 ഏക്കറോളം ഇത് വിപുലീകരിച്ച് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, പുറകിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വൈൻ യാർഡ്സ് ആണ് കാണുന്നത് പുറകിൽ. ആ കേപ്പ് മലനിരകളുടെ അടിയിലുള്ള അടിവാരം കൂടിയാണിത്. അപ്പം നല്ല ഭംഗിയിലാട്ടോ ഈ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്താക്കുന്നത് അവര്. ഈ വണ്ടിയിലാട്ടോ, ഈ ബാക്കിൽ കാണുന്ന സാധനത്തിലും ആ ട്രെയിലുമായിട്ടാണ് ചിക്കൻ വെച്ചിരുന്നത്. അപ്പം ആ ഫുൾ ചിക്കൻ കൊണ്ട് ഈ വണ്ടിയാണ് ക്യാരി ചെയ്ത് ഓരോ സിംഹങ്ങൾ കിടക്കുന്ന അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളതിനെ ഫോളോ ചെയ്താണ് എല്ലാവരും നടക്കുന്നത്. ഇതിനുണ്ടിൽ എല്ലാവരും അതിനെ ഫോളോ ചെയ്ത് നടക്കുന്നത്, കാരണം ഫീഡിങ് കാണാൻ വേണ്ടി. അപ്പോൾ ഇനി പോകുന്നത് നമ്മൾ വൈറ്റ് ലയൺസിൻ്റെ അടുത്തേക്കാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നല്ല പിക്നിക് സ്പോട്ടുകളെല്ലാം ഇവർ പണിത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സൺഷെയ്ഡും വെച്ചിട്ട് പിന്നെ ടേബിളും ബെഞ്ചും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡും കഴിക്കാം, എൻജോയ് ചെയ്യാൻ പറ്റും. സിംഹത്തിനെ കണ്ട് എൻജോയ് ചെയ്യുന്നവർക്ക്. നല്ല ചൂടുള്ള ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഈ ഏരിയയിൽ. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ.
അതുകൊണ്ട് ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം വിൻ്ററിൻ്റെ സമയത്ത് വന്നതുകൊണ്ട് നല്ല പച്ചപ്പായിരുന്നു. അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കിടക്കുന്ന വൈറ്റ് ലയൻസിനും അത്യാവശ്യം പ്രായമുണ്ടെന്ന് തോന്നുന്നു. ആൺസിംഹത്തിന് നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു. പെൺസിംഹങ്ങൾക്ക് വലിയ പ്രായമില്ലാന്ന് തോന്നുന്നു. എല്ലാവരും എന്ത് ഫുഡ് കാത്ത് നിൽക്കുന്ന ഒരു നിപ്പാട്ടോ. ഇത് കണ്ടോ, കണ്ടോ? കണ്ടോ, നല്ല വലിപ്പുണ്ട്. അതെ, ആ പുള്ളി ചിക്കൻ എടുത്തോണ്ടൊന്ന് ഇടുന്നുണ്ടോ? ചെറുപ്പയിലാണ് അതിങ്ങള് അവറ്റുകൾക്ക് വേണ്ടത് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും എടുക്കുന്നില്ല. കൃത്യപാടെ ഒരെണ്ണത്തിനെടുത്ത് നേരെ പൊതിരെടുത്ത് കഴിക്കുന്നുണ്ട്. മാമിക്കുട്ടിക്ക് ടയേർഡായി ഇത്രയും ദൂരം നടന്ന്. മാമിക്കുട്ടി എൻ്റെ ഒക്കെ കയറി കേട്ടോ. പിന്നെ ഈ പാർക്കിൽ എൻകൗണ്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സിംഹത്തിനെ തൊടുന്ന പരിപാടിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സിംഹം ഇണങ്ങിയ സിംഹമൊന്നും അല്ല ഇവിടെ. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കയിൽ അതിനുള്ള അവസരങ്ങളും ഉണ്ട്. സിംഹങ്ങളെ തൊടാനും അല്ലെങ്കിൽ പുലിക്കുട്ടികളെ തൊടാനും അതിനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സൗത്ത് ആഫ്രിക്കയിൽ. അപ്പം ഈ പാർക്കിലില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നമുക്ക് ഫീഡിങ് കാണാനും പിന്നെ പിക്നിക്കിന് വരാനും ആയിട്ടാണ് ഈ പാർക്ക് നിലകൊള്ളുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ ഒത്തിരി സ്പോട്ടുകൾ ഇങ്ങനെ ഉണ്ട്. ഒരു വിന്ററിന്റെ സമയത്തൊക്കെ വരുവാണെങ്കിൽ ആ മലനിരകളും ആ ഒരു വ്യൂ കണ്ടിട്ട്, ഇതൊക്കെ കേപ്പ് വൈനറീസ് ആണ് ആ കാണുന്നതെല്ലാം. ആ മലയടിവാരത്താണ് ഈ പാർക്ക് നിലകൊള്ളുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ഒരു സൺസെറ്റിന്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കില്ലേ? സൺസെറ്റിന്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് ചൂടധികം അറിയത്തില്ല. അതെ, ഇപ്പൊ ലാസ്റ്റത്തെ സിംഹത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സിംഹത്തിനെ കാണാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ സിംഹം ഒരു കിടപ്പുണ്ട്, കണ്ടോ, അതേ വരുന്നു. ഉണ്ട് വലുത്, പിന്നെ അതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ലുക്ക് ഇങ്ങനത്തെ കളറാട്ടാ, ലുക്ക് ഇവനാണ്. അതേ ഇവിടുന്ന് ഫീഡ് എടുക്കാൻ നോക്കിക്കോട്ടോ, എന്നിട്ട് ഇതിനിടുന്നത് നമുക്ക് കാണാം. എന്താ വണ്ടി നിർത്താതെ ഇടയ്ക്കാ പോണേ അല്ലേ? ഇവിടുന്നാണോ? എവിടെ? ദൈവനെ കൊടുക്കാൻ നോക്കി, കണ്ടോ, അടിപൊളി. അങ്ങനെ നമ്മള് ഇനി പോകുന്ന എവിടേക്കാണെന്നറിയോ? ഇനി സിംഹത്തിനെ കാണാനല്ല, നമ്മള് കടുവേനെ കാണാൻ പോവാ. കടുവ, ഒരു കടുവയാണ് ഈ കിടക്കുന്നത്, ഇതിൽ കിടക്കുന്നത്. അവനെ സെപ്പറേറ്റ് മാറ്റിയിട്ട് അവന് കുളമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അവന് അതായത് അവന് ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ്, ഷെഡ് പോലത്തെ ഒരു സെറ്റപ്പും കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടുവ അങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. അവനിങ്ങോട്ട് വരുമെന്ന് നോക്കാം നമുക്ക്. അപ്പം കടുവയ്ക്ക് ഫുഡ് എടുക്കുന്ന കാഴ്ച നമുക്ക് കാണാവേ. കടുവ അങ്ങോട്ട് മാറിപ്പോയിട്ടോ, അറ്റത്താ കിടക്കുന്നത്. അവനൊരു ഇൻട്രസ്റ്റ് ഇല്ലാന്ന് എനിക്ക് വന്ന് വരാൻ വേണ്ടി. അവന് വേണ്ടി ഒരു മല പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, ഒരു ഷെഡ്, ഒരു കുളം, വൻ സെറ്റപ്പാണ്, ചെറിയൊരു കുറ്റിക്കാട്, അടിപൊളി. അവൻ്റെ അങ്ങ് മാറിക്കും, അവന് മനസ്സിലായില്ല ഫുഡാ വരുന്നതെന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അറ്റത്ത് മാറി നിൽക്കുവാണേ. സാധനം മൂട്ടി വരുന്ന നോക്കി, അടിപൊളി. ഒരു പേര് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് അയാൾ വന്നത്, അതറിയുമായിരിക്കായിരുന്നേ. കണ്ട എല്ലാരും അതിന്റെ അടുത്തേക്ക് പോവാണ്. കടുവയ്ക്കാണ് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു തോന്നുന്നു. പക്ഷെ ഇവനെ എന്താ പ്രത്യേകത എന്ന് അറിയോ? ഇവൻ ഫുഡ് പറഞ്ഞാൽ കടിച്ചില്ലേ, അത് കഴിച്ചു തീർത്തില്ല കേട്ടോ പുള്ളിക്കാരൻ. അവൻ അവിടെ താഴെ ഇട്ടു, എന്നിട്ട് ഇവിടെ വന്ന ആൾക്കാരെ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് എല്ലാം മണത്ത് പോകുന്നു.
കഴിച്ചിട്ട് പുള്ളി കഴിച്ചില്ല. സിംഹങ്ങളെ പോലെ കേട്ടോ എല്ലാ സിംഹങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇട്ട് കൊടുത്ത സാധനം എടുത്തുകൊണ്ട് മാറും, അത് കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും കഴിക്കാതെ അവിടെ വയ്ക്കും. ഇവൻ അങ്ങനെയല്ല, ഇവൻ അത് കടിച്ചു, അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചു, അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരിഞ്ഞ് നോക്കി വന്നിട്ട് അതിൽ നിന്ന് വേറെ ഒരെണ്ണം എടുത്തിട്ട് പുള്ളി അങ്ങോട്ടേക്ക് മാറി പോവുക കണ്ടോ. ഈ ടൈഗറിന്റെ പേര് ടാന എന്നാണ്. ടാന എന്ന് പറഞ്ഞത് 2011 ബോൺ ചെയ്തത്. അതിനെ റെസ്ക്യൂ ചെയ്താക്കുന്നത് 30 മാർച്ച് 2019. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 14 വയസ്സിൻ്റെ അടുത്തുണ്ട്. ടാന ഹാസ് ബിൻ അഡോപ്റ്റഡ് ബൈ എന്നും പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാരുടെ പേര് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇത് അഡോപ്റ്റ് ചെയ്തിരുന്നത്. വേണമെങ്കിൽ അതിന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അഡോപ്റ്റ് ചെയ്യുന്നതിന് എത്ര രൂപ എന്നുള്ളതെല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ചെറിയൊരു സംഭാവന കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിനെ അഡോപ്റ്റ് ചെയ്യാം. ഇത് അഡോപ്റ്റ് ചെയ്താക്കുന്ന ഒരു പേരാണ് ഇങ്ങനെ ഒരു ലിസ്റ്റായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ. ഈ മൃഗങ്ങളെയൊക്കെ സ്പോൺസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ നമ്മുടെ പേരെല്ലാം അതിൽ എഴുതി വെച്ച് എത്രയാണ് ഡോളർ വൈസ് എന്ന് തോന്നുന്നു, അപ്പം എത്ര ഡോളർ എന്നുള്ളത് അവർ പറയും. അപ്പം അതിഥികൾക്ക് ഭക്ഷണവും അവരുടെ കാര്യങ്ങൾ പോകുന്നതും ഈ സംരംഭം നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ ആയിട്ടുള്ള ഫണ്ടാണത്. അല്ലെങ്കിൽ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഡൊണേഷനൊക്കെ കൊടുത്തിട്ട് പോകാം എന്നും അതിലെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുത്തൻ മാറിയിരുന്ന് തന്നെ കഴിക്കുന്ന കണ്ടോ. ഇത് പെൺസിംഹമാണ്. അപ്പം കുറച്ച് പ്രായമുള്ള സിംഹമാണേ. അവള് മാറിയിരുന്ന് തന്നെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അതിന് താമസിക്കാനുള്ള ഒരു കൂട് കണ്ടോ, ചെറിയ മരത്തിന്റെ ഒരു കൂട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കാടുണ്ട്. ഇവറ്റങ്ങൾക്ക് വെള്ളം വെച്ചിട്ടുണ്ടോ. മറ്റേ കടുവയുടെ വെള്ളം കണ്ടില്ലേ, കടുവയ്ക്ക് വലിയൊരു ഇത്രയും കുടിക്കത്തുള്ളായിരിക്കും സിംഹം. അപ്പൊ നമ്മുടെ ഫീഡിങ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ദേ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമുക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. അവിടെ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻട്രൻസ് കയറിയില്ലേ അവിടേക്ക് എത്തത്തുള്ളൂ കേട്ടോ. ആ ടിക്കറ്റ് എടുത്തൊക്കെ ഇല്ലേ റിസപ്ഷൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുക, കാരണം ഫീഡിങ് എല്ലാം കഴിഞ്ഞു. ഇവരെ നടക്കാനായിട്ട് നല്ലൊരു അടിപൊളി ഒരു ഓർഗനൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇട്ടാക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പാത. അതായത് മണ്ണാണ് കിടക്കുന്നത്, രണ്ട് സൈഡിലും മരങ്ങൾ വെച്ചിട്ട്, ഉണങ്ങിയ മരങ്ങൾ വെച്ചിട്ട് ഈ ഒരു നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, ഇനാന്നാണ് ഇവളുടെ പേര്. ജനുവരി 2010 ഇത് ബോൺ ചെയ്താക്കുന്നത്. റെസ്ക്യൂ ചെയ്താക്കുന്നത് 24 ജൂൺ 2010. ഇതിനെ കണ്ടില്ലേ, അഡോപ്റ്റ് ചെയ്താക്കുന്ന ആൾക്കാരുടെ പേരും വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പനികൾ വരുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇതാണ് സ്കാൻ ചെയ്തെന്ന് പറഞ്ഞ ബാർകോഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതും എന ഹാസ് ബിൻ അഡോപ്റ്റഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാം വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ തിരിച്ച് ഇവിടെ കുറച്ച് ചെറിയ രീതിയിൽ സിനിമകളുടെയൊക്കെ അതായത് സിനിമകളുടെ എല്ലാം ടോയ്സ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, അപ്പോൾ വേണ്ടവർക്ക് ഈ ടോയ്സ് മേടിക്കാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ. വേണ്ടോ, ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മ, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് മാലയും ഇതെല്ലാം പഴഞ്ചനായിട്ട് പൊടി പിടിച്ചിരിക്കുന്നത്. ആരും ഇതൊന്നും മേടിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല കേട്ടോ. എന്തായാലും ഈ സാധനങ്ങളെല്ലാം മേടിക്കാറുണ്ട്. ഇത് നല്ല ഭംഗിയിലായിരിക്കുന്നത് കേട്ടോ. ഇവിടെ വേറെ മൃഗങ്ങളുടെയും സീബ്രയുടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആനയുടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ. പിന്നെ അതേ കുറച്ച് ഫോട്ടോ ഫ്രെയിംസും ഫോട്ടോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആഹാ, ഇത് നല്ല ഫോട്ടോ കേട്ടോ. 2 സിംഹങ്ങൾ, ആൺസിംഹവും ഒരു പെൺസിംഹവും. ഈ ലയൺസ് പാർക്കിലേ 23 ലയൺസിനെയാണ് റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നിട്ട് അവർ പാർപ്പിച്ചിരിക്കുന്നത് കേട്ടോ. 23 ലയൺസിനും ഫീഡ് കൊടുക്കുന്നത് നമ്മളിന്ന് കണ്ടു, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, എനിക്കറിയാം ചെറിയ വീഡിയോ ആണെന്ന്. പിന്നെ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം. പിന്നെ എൻ്റെ വാമിക്കുട്ടിക്കും കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. സിംഹത്തിനെ ആദ്യമായിട്ടാണ് വാമിക്കുട്ടി കാണുന്നത്. അപ്പോൾ വാമിക്കുട്ടിക്കും ഇഷ്ടപ്പെട്ടു കാര്യങ്ങളെല്ലാം. വാമിക്കുട്ടിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഐസ്ക്രീം മീനെ കൊടുക്കുന്ന അവസ്ഥയാണ്. ഈ സാധനമില്ലേ പെട്ടെന്ന് മെൽട്ടായി പോയി, അതിൽ നിന്ന് ഊരി പോകുന്നു. അതുകൊണ്ട് വാമിക്കുട്ടിൻ്റെ കൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വാമിക്കുട്ടി ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ കാഴ്ച കണ്ടോ നിങ്ങൾ? അല്ലേ, നമ്മൾ കാറ് പാർക്ക് ചെയ്താക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല മുട്ടനാടുകൾ കേട്ടോ. മുട്ടനാടുകൾ ഒന്നും ഇരിക്കുകയായിരുന്നു.
മുട്ടനാടല്ലേ ഇത്? ഞാൻ കുമ്പൊക്കെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു മുട്ടനാടാണ്. മുട്ടനാടല്ലേ? മുട്ടനാടല്ല കേട്ടോ. പക്ഷെ ഇതൊരു പ്രത്യേക ടൈപ്പ് അല്ലേ, ഹൈറ്റ് കുറഞ്ഞൊരു ടൈപ്പ് ആട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ, കണ്ടോ? ഒരു പ്രഗ്നന്റ് ആയ ആട്ടിൻകുട്ടി വരുന്നുണ്ട്. ആട്ടിൻകുട്ടിയല്ല, ആട് വരുന്നുണ്ട്. ഇതേ കണ്ടോ, ആ ആടിനെ നമുക്ക് കാണുമ്പോൾ അറിയാം. ദേ ഇവിടെ ചെറിയൊരു ഷെഡെല്ലാം അവർ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആടുകൾക്ക് വേണ്ടിയിട്ട്. അത് ഈ പാർക്കിനോട് ചേർന്ന് തന്നെയാണ്. ഇനി ഇവരുടെ തന്നെ പ്രോപ്പർട്ടി ആണോ എന്നറിയില്ല. ചെറിയൊരു വേലിയെല്ലാം കെട്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ അതേ നല്ല കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അല്ലേ മീനു? കഴിഞ്ഞ പ്രാവശ്യം ഒരു വിന്റർ ടൈമിലും കൂടിയല്ലേ വന്നത് നമ്മള്, അല്ലേ? കഴിഞ്ഞ തവണ വിന്റർ ടൈമില്ലല്ലോ. അതെ അതെ. സിംഹങ്ങളൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് എല്ലാം നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇനി ഫീഡിങ് ടൈമിൽ ഒന്നോട്ടാണെന്ന് അറിയില്ല, പക്ഷെ നല്ലൊരു അനുഭവം കേട്ടോ ഫീഡ് എടുക്കുന്നത് കാണാനൊക്കെ ആയിട്ട്. കാരണം ആഴ്ചയിൽ 3 തവണയുള്ളൂ ഫീഡിങ് ആയി. നിങ്ങളൊന്ന് ഓർക്കണം, ഒരു 3 തവണയാണ് ആഴ്ചയിൽ കഴിക്കുന്നത്. പക്ഷെ ആ ആഴ്ചയിൽ കഴിക്കുന്നത് 20 to 40 kg വരെ കഴിക്കുന്ന പറയുന്നത്. ചെറുതാണെങ്കിൽ 20 kg, വലുതാണെങ്കിൽ 40 kgയുടെ അടുത്ത് വരെ കഴിക്കുന്ന പറയുന്നത്. വലുതിനൊക്കെ പലതിനും പല രീതിയിൽ ഇട്ട് കൊടുക്കുന്നത്. ചിലതിന് 7 ചിക്കൻ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിലതിന് 5 ചിക്കൻ, ചിലതിന് 4 ചിക്കൻ. അത് ഓരോ പ്രായത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നത്. 2 എണ്ണം ഉള്ളിടത്ത് ചിലതിന് 6 ചിക്കൻ, 2 എണ്ണത്തിനും കൂടി 6 ചിക്കനൊക്കെ ഇട്ട് കൊടുത്തത് ചെറുതുകൾക്ക് കേട്ടോ. വലുതുകൾക്ക് 7 ചിക്കൻ, 8 ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. ആ കടുവയുടെ ആണ് ഒരു പ്രത്യേകത. ലയൺസിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ? ഫുഡ് ഇട്ടുമ്പോൾ തന്നെ ഒരെണ്ണം അങ്ങ് എടുത്തിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒന്നും മൈൻഡേ ചെയ്യത്തില്ല, വേറെ ചിക്കനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ കടുവ അങ്ങനെയല്ലായിരുന്നു. ആ ഇട്ടത് ആദ്യം വന്നപ്പോൾ എടുത്തു ഇട്ടത്, പക്ഷെ എടുക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ചുറ്റുപാടൊക്കെ നോക്കി, അത് കഴിഞ്ഞിട്ട് അത് ബാക്കിയെല്ലാം ഒന്ന് മണത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് പോയിട്ടാണ് അത് കഴിച്ചത് കേട്ടോ. എന്തായാലും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഞാൻ കുറേ സർപ്രൈസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചാനലിൻ്റെ പേര് ഏകദേശം ഒരു കൺഫേം ഒരു ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര്. പക്ഷേ അതിന് മുന്നാടിയായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ്, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഡിലേ ആയത്. എനിവേ, ഇനി ആ പ്രിപ്പറേഷനൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ആ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല കിടിലൻ സർപ്രൈസ് വീഡിയോസ് വരുന്നതാണ് നമ്മുടെ ചാനൽ. പിന്നെ അതോടൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കാണിക്കണ്ടേ? അപ്പം നിങ്ങൾക്കും നല്ല ഇഷ്ടപ്പെടത്തുള്ളൂ എന്ന് വിചാരിച്ചു. എനിവേ, അപ്പം നമ്മുടെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. ബൈ. ഒരു ടാറ്റ പറഞ്ഞേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കൈ കെട്ടണം എന്ന് പറഞ്ഞേ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് അല്ലേ? അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്തോ. 1 Life Live with 007. ഈ പ്രാവശ്യത്തെ വീഡിയോയിലായിരിക്കും ചിലപ്പോൾ 1 Life Live with 007 എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിട്ട് നമ്മുടെ പുതിയ ചാനലിന്റെ പേരായിരിക്കും. എനിവേ, ചിലപ്പോൾ കേട്ടോ, അത് ഡിസൈഡ് ചെയ്തിട്ടില്ല, എല്ലാം ഒരു പ്രിപ്പറേഷൻ കഴിയുവാണെങ്കിൽ. അപ്പം അതുവരേക്കും ബൈ ബൈ. ലിവ് ഇൻ ദ മൊമെന്റ്. ചിയേഴ്സ്.